നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ്-19 എന്ന മഹാമാരി രോഗം ബാധിച്ചവരിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമൊന്നുമല്ല. ചൈനയിൽ നിന്ന് തന്നെ തുടങ്ങി രാജ്യത്തിന്റെ അതിരുകൾ കടന്ന് ജനങ്ങളുടെ ആരോഗ്യത്തോടൊപ്പം ഓരോ നാടിനെയും ഓരോ രാജ്യത്തിനെയും സമ്പദ് വ്യവസ്ഥയും അത് അതിവേഗം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആഗോള സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ സ്തംഭിച്ച അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വൻ വ്യവസായങ്ങളെ മാത്രമല്ല, ആരോഗ്യ മേഖല, നിർമ്മാണം, റീറ്റെയിൽ, സേവന മേഖലകളിലും സ്ഥിതി രൂക്ഷമാണ്. ഇത് ഏറെ ബാധിച്ചത് പ്രവാസികളെയും. ട്രാൻസ്പോർട്ടേഷൻ, വിദ്യാഭ്യാസ മേഖലകളിലും കാര്യങ്ങൾ വ്യത്യസ്തവുമല്ല. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളും യാത്രകളും കോൺഫറൻസുകളും ഒക്കെ നിരോധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പലയിടത്തും പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. കമ്പനികൾ ജീവനക്കാരോട് വീട്ടിൽ തന്നെ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം ആഘാതങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ അധികം നാൾ തുടരാനായില്ലെങ്കിലും അതിന്റെ പ്രത്യാഘാതം തുടരുക തന്നെ ചെയ്യുന്നതായിരിക്കും. വരും നാളുകളിൽ ഈ മഹാമാരിയുടെ ശക്തി കുറയുന്നതോടെ നേരിട്ടുള്ള ആഘാതം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ആഗോളതലത്തിൽ മൊത്ത ഉൽപാദനം അടുത്ത പാദത്തിൽ 1% ഇടിവുണ്ടാകുമെന്നാണ്. ഇന്ത്യയിലാകട്ടെ ആഭ്യന്തര മൊത്ത ഉൽപാദനത്തിൽ 0.5% ഇടിവും പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ തളർച്ചയിലായ സമ്പദ് വ്യവസ്ഥകൾക്കാണ് ഇത്തരത്തിലൊരു ഇരുട്ടടി കിട്ടിയത് എന്നുകൂടി ഓർക്കുകയും ചെയ്യണം. യഥാർത്ഥ ആഘാതം എത്രയായിരിക്കുമെന്നും എത്ര കാലം ഇത് നീണ്ടു നിൽക്കുമെന്നും ആർക്കും പ്രവചിക്കാനാവാത്ത അവസ്ഥയുമാണ്. കൊറോണ വൈറസ് പത്തി താഴ്ത്തുന്നതുവരെ നില ഇങ്ങനെ തുടരുക തന്നെ ചെയ്യുമെന്നതിൽ സംശയവുമില്ല. അതോടൊപ്പം തന്നെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന തൊഴിൽ നഷ്ടം തൊഴിലില്ലായ്മയുടെ തോത് ഉയർത്തുകയും ചെയ്യും. അവധിക്ക് നാട്ടിലെത്തിയ പലർക്കും ജോലി സ്ഥലത്തേക്ക് മടങ്ങാനായിട്ടുമില്ല. എന്നാൽ പല ഗൾഫ് രാഷ്ട്രങ്ങളും ഇതിനോടൊപ്പം തന്നെ ഇളവും രേഖപ്പെടുത്തി കഴിഞ്ഞു. അവരോട് ഇനി മടങ്ങി വരേണ്ട എന്ന് കമ്പനികൾ പറയാനുള്ള സാധ്യതയും ചിലർ കൽപ്പിക്കുന്നുമുണ്ട്. ഉൽപ്പന്ന വിതരണ സമ്പ്രദായം തകരാറിലായത് പുനഃസ്ഥാപിക്കാൻ എത്ര കാലം എടുക്കുമെന്നതും തീർച്ചപ്പെടുത്തിയിട്ടുമില്ല. വിവിധ ഘടകങ്ങൾ ഒത്തുചേരുമ്പോൾ പണപ്പെരുപ്പം ഇനിയുള്ള പാദങ്ങളിൽ കുത്തനെ ഉയർന്നേക്കാം. അതായത് കോവിഡ് വരും ദിവസങ്ങളിൽ രാജ്യങ്ങളുടെ മാത്രമല്ല കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും നട്ടെല്ലും ഒടിക്കുന്നത് ചെയ്യും. രോഗബാധിതരാണോ എന്ന സംശയത്തിന്റെ നിഴലിൽ നിരീക്ഷണത്തിലുള്ളവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തത് ആ കുടുംബങ്ങളിലെ സാമ്പത്തിക സന്തുലിതാവസ്ഥ തന്നെ തകർക്കുമെന്നതിലും സംശയം ഒട്ടും തന്നെയില്ല. രോഗബാധിതരുടെ വിയോഗം ആ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന നഷ്ടം ഏറെ അഗാധം തന്നെയാണ്. ബംഗ്ലാദേശ് മുതൽ ബ്രസീൽ വരെ, കേരളം തൊട്ട് കേപ്പ് ടൗൺ വരെ എല്ലായിടത്തും സ്ഥിതി ഇതുതന്നെ എന്നതിൽ സംശയമില്ല. ഇതിനാൽ തന്നെ പ്രവാസികൾ നെട്ടോട്ടത്തിലാണ്. ഒന്ന്, നാട്ടിലേക്ക് മടങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇതിനോടകം തന്നെ പല ഗൾഫ് രാഷ്ട്രങ്ങളും നാട്ടിലേക്ക് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് പോകേണ്ട എന്ന നിയമവും കടുപ്പിച്ചു കഴിഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.